ഇന്ത്യൻ ഗവൺമെന്റ് കൊച്ചിൻ ഷിപ്പ്യാർഡ്സിലെ ഷെയർസ് വിൽക്കാൻ പോവാണ്. ഈ ഒരു ന്യൂസാണ് ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നത്. സോ ആസ് എ ഇൻവെസ്റ്റർ ഇത് മേടിക്കാൻ പറ്റിയ ഒരു സമയമാണോ അതൊരു വാർണിംഗ് സിഗ്നലാണോ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ്സിൽ കുറച്ച് സ്റ്റേക്സ് ഉണ്ട്. എന്ന് വെച്ചാൽ അവർ കുറച്ച് ഷെയർസ് ഓൺ ചെയ്യുന്നുണ്ട്. അതിൽ 5.04% അവർ സെല് ചെയ്യാൻ നോക്കുന്നത് OFS വഴി, അല്ലെങ്കിൽ ഓഫർ ഫോർ സെയിൽ വഴി. OFS എന്ന് വെച്ചാൽ ഒരു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയറുകൾ സ്റ്റോക്ക് മാർക്കറ്റ് വഴി വിൽക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾ OFS വഴി ഒരു ഷെയർസ് മേടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പൈസ പോകുന്നത് കമ്പനിയിലേക്കല്ല, ആരാണോ ഷെയർ വിൽക്കുന്നത് അവർക്കാണ് പൈസ പോവുക. ഇവിടെ ഗവൺമെന്റിലേക്കാണ് ഈ പൈസ പോകുന്നത്. അപ്പോൾ ഈ ഷെയർസ് എല്ലാം ഡിസ്കൗണ്ട് റേറ്റിൽ സെല് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ചോദ്യം വെച്ചാൽ ഈ കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമോ, കമ്പനി നഷ്ടത്തിലാണോ എന്ന്. അതും തമ്മിൽ യാതൊരു ബന്ധമില്ല. പിന്നെ ഇപ്പോൾ മാർക്കറ്റിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒരു ഷെയറിന്റെ പ്രൈസ് പറഞ്ഞാൽ 1445 പക്ഷേ ഗവൺമെന്റ് OFSൽ 1400 ഫ്ലോർ പ്രൈസിലാണ് ഓഫറിൽ സെല് ചെയ്യുന്നത്. സോ ഈ ഡിസ്കൗണ്ട് റേറ്റിൽ സെല് ചെയ്യുമ്പോൾ തന്നെ ഷോർട്ട് ടേം സെല്ലിംഗ് പ്രഷർ കാരണം ഈ കമ്പനി ഷെയർസിന്റെ വാല്യൂവിൽ ചെറിയൊരു ഇടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ച് പേർക്ക് ഡൗട്ട് എന്താ വെച്ചാൽ നമുക്കിത് എങ്ങനെ ഓഫർ പ്രൈസിൽ മേടിക്കാൻ പറ്റുന്നത്? നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങളുടെ ബ്രോക്കർ ആപ്പിൽ OFS വിൻഡോ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നോർമൽ ആയിട്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് ആ ഷെയർസ് മേടിക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ OFS കണ്ട് ചാടി കയറി മേടിക്കാനോ അല്ലെങ്കിൽ പേടിച്ചിട്ട് അത് വിൽക്കാനോ നിൽക്കരുത്. കാരണം ആ കമ്പനിയുടെ ഫണ്ടമെന്റ്സും ബാക്കി കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രമേ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ പാടത്തുള്ളൂ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് OFSൽ എങ്ങനെ മേടിക്കാം എന്നുള്ള ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് OFS കമന്റ് ചെയ്താൽ അതിന് എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം.